4 വർഷങ്ങൾക്ക് ശേഷം ടെലി സീരിയൽ രംഗത്ത് സംസ്ഥാന സർക്കാർ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ അമൃത ടി വി അവാർഡിൻ്റെ നിറവിലാണ്. ആൺ പിറന്നോൾ നിസാർ സംവിധാനം ചെയ്ത് അമൃത ടി വി ടെലികാസ്റ്റ് ചെയ്ത അതിന് ലഭിക്കുമ്പോൾ എത്രത്തോളം സന്തോഷകരമാണ്? വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ളത് റിയാലിറ്റിയുള്ള സംഭവമാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സീരിയൽസോ അല്ലെങ്കിൽ അവാർഡിന് പരിഗണിക്കാൻ പാകത്തിനുള്ള സീരിയൽസോ ഉണ്ടായില്ല എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈഗോയുടെ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് എനിക്ക് അമൃത തന്ന ഒരു പ്ലാറ്റ്ഫോം, അമൃത ഒരുക്കി തന്ന ഒരു സാധനം വച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്കത് ചെയ്യാൻ സാധിച്ചു. അതിനകത്ത് എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് ചാനലിൻ്റെ അടുത്ത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു കൈയടക്കത്തോടു കൂടി എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ അവാർഡ് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഗണേഷ് ഒളിക്കര എഴുതിയ തിരക്കഥയ്ക്കകത്ത് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും അവരുടെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും നന്നായിട്ട് സ്റ്റഡി ചെയ്തിരുന്നു. അപ്പം നല്ല പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു തിരക്കഥയ്ക്കകത്ത്. കാരണം ഒരിക്കലും നമ്മുടെ ഒരു മോശമായ ഒരു വാക്കുകൾ കൊണ്ടോ ഒരിക്കലും ആ ഈ കമ്മ്യൂണിറ്റിയെ നമുക്കൊരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് കൈയടക്കത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റായിട്ട് ഇത് വന്നു. അത് കൃത്യമായിട്ട് ഗണേഷ് അത് കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ തൻ്റെ അടുത്തോടു കൂടി നമുക്ക് അവാർഡ് കമ്മിറ്റിക്ക് സമർപ്പിക്കാനും ഒക്കെ സാധിച്ചത്. തീർച്ചയായും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നിരവധി പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് നടിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതും അപൂർവ എന്ന പെൺകുട്ടിയെ ആൺകുട്ടിയായി അവതരിപ്പിക്കുന്നതിനകത്ത് അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു. അത് സാറ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഈ കുട്ടി ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സീരിയലാണ്. ഇതിനു മുമ്പ് അവൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുട്ടി ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ജസ്റ്റേഴ്സും മൂവ്മെൻറ്റ്സും എല്ലാം ഈ ഒരു ഫെമിനിൻ ടച്ചോടുകൂടി ചെയ്യരുത്, അത് വളരെ സൂക്ഷ്മമായിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് കുറച്ചുകൂടെ നല്ല ആക്ടിങ് ഒരു സെൻസുള്ള കക്ഷിയാണ്. റിയ കുര്യാക്കോസ് എന്ന് പറഞ്ഞ കക്ഷി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്. പിന്നെ തിയേറ്ററുമായിട്ടൊക്കെ ഇങ്ങനെ ഒരു വിദൂര ബന്ധമുണ്ട് എന്ന് സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ നാടകമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എനിക്ക് വളരെ ഈസിയായി, കാരണം ഞാൻ നാടകക്കാരനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളും ട്യൂൺ ചെയ്ത് ഒരു 2-3 ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്യാരക്ടർ പൂർണ്ണമായിട്ട് ആ കുട്ടിയുടെ കയ്യിൽ ഭദ്രമായി. പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇങ്ങോട്ട് പറയുന്നിടത്താണ് ഒരു ഡയറക്ടർ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഒരു ആക്ടർ ഒരു സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നിടത്താണ് ആ ക്യാരക്ടർ വിജയിക്കുന്നത്. അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഡീറ്റെയിൽ ആക്ടിങ് എന്നുള്ള ഒരു ഏരിയയിൽ ആ കുട്ടി വളരെ സക്സസ് ആയിരുന്നു. എനിക്കതിന് ആ കുട്ടിയുടെ അടുത്ത് ഭയങ്കര എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഏൽപ്പിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പാളിപ്പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ പാളിപ്പോവാതെ അത് ഭദ്രമായിട്ട് ചെയ്തെടുത്തു എന്നുള്ളതാണ്. നിർമ്മാതാവിനും അതിൻ്റേതായ ഒരു പങ്കുണ്ട്. ഒപ്പം തന്നെയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനും അവാർഡാണ്. പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്, ഇരട്ടി സന്തോഷമാണത്. നിർമ്മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഒരുപക്ഷെ ടെലിവിഷൻ സീരിയലിൽ ഒരു നിർമ്മാതാവും തയ്യാറാവില്ല. കാരണം എല്ലാവരും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റിംഗ് പോയിൻറ്റ് ഇതെങ്ങനെ ഇവർ റേറ്റിങ്ങിനകത്ത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയെ. വെറും അമ്മായിമ്മ പോരും നാത്തൂൻ പോരുമായിട്ട് നിൽക്കുന്ന ഒരു ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നിർമ്മാതാവ് ഇപ്പം കോഡക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് ചെയ്യാൻ തയ്യാറായത്, പിന്നെ അതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏക പ്രൊഡ്യൂസർ പുള്ളിയാണ്. ഒരു കോംപ്രമൈസും വേണ്ട, ഈ സബ്ജക്റ്റ് നന്നായിട്ട് നറേറ്റ് ചെയ്യുക. ആ നറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാഹചര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്തു തരണം, അത് മാത്രം തമ്പിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേക്കൂടെ ഭയങ്കര മെൻ്റലി ഞാൻ ഈസി ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു ആ പ്രൊഡ്യൂസറുടെ. പിന്നെയുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ബേസ് വോയിസ് ഡബ് ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു. ഒരു ഫീമെയിൽ ഒരു ക്യാരക്ടറാണ് ബേസ് എങ്കിലും ആ കുട്ടിയുടെ വോയിസ് കൾച്ചർ ഇങ്ങനെ കാലങ്ങൾ പോകുന്തോറും ബേസ് കൾച്ചർ ശബ്ദത്തിലുണ്ടായിക്കൊണ്ട് വരിക എന്നുള്ള സാധനം. അപ്പോൾ പാർവതിയുടെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. നമ്മുടെ ആദ്യത്തെ പോർഷനിൽ പെൺകുട്ടിയുടെ സൗണ്ടും അതിങ്ങനെ ക്രമേണ ആൺകുട്ടിയിലേക്ക് മാറുമ്പോഴുള്ള ശബ്ദത്തിൻ്റെ ആ വേരിയേഷൻ, അത് പക്ഷേ സൂക്ഷ്മമായിട്ട് പാർവതി ചെയ്തുകൊണ്ടാണ് പാർവതിയും പരിഗണിക്കപ്പെട്ടത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒപ്പം തന്നെയാണ് അമൃത ടി വിക്കും ഏറെ ആത്മാഭിമാനം കൂടിയുണ്ട്. ഇത്തരം ഒരു 4 വർഷത്തിന് ശേഷം വീണ്ടും വരുമ്പോൾ മറ്റ് പൈങ്കിളി സീരിയലുകൾക്കപ്പുറത്തേക്ക് കലാമൂല്യമുള്ള അല്ലെങ്കിൽ കഥാമൂല്യമുള്ള ഒരു കാര്യം കൂടി, കാലിക പ്രാധാന്യമുള്ളൊരു വിഷയം കൂടി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്.
തീർച്ചയായിട്ടും അമൃത ടി വിക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ അവകാശം വേറെ ഒരു ചാനലിലും പറയാൻ പറ്റില്ല. അമൃത ടി വിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ചിന്ത അതാണ്. നമ്മുടെ ആദ്യമേ ക്യാപ്ഷൻ തന്നെ വച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മ മേന്മ എന്ന് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹത്തിന് നന്മ കൊടുക്കുക, മേന്മയുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ധർമ്മം, ആ ധർമ്മം എന്നാണ് അതിൻ്റെ കറക്റ്റ് വാക്ക് കേട്ടോ. ഈ ധർമ്മം ബേസ് ചെയ്യുന്നൊരു ചാനൽ ഇന്ന് വേറെ എനിക്ക് തോന്നുന്നില്ല, വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അമൃത ടി വിക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 4 വർഷത്തിന് ശേഷം അമൃതയെ പരിഗണിച്ചിരിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് നന്മ മേന്മ, അതുതന്നെയാണ് അമൃത ടി വിയുടെ കാര്യം. അത് പ്രേക്ഷകരിലേക്കും എത്തിക്കാനാണ് ആൺ പിറന്നോൾ എന്ന സീരിയലിലൂടെ അമൃത ടി വിയും അതുപോലെ തന്നെ സംവിധായകനും ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ടുള്ളത്. അത് ഏറെ വിജയകരമായി, അത് അത്ര കണ്ട് ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് ഈ അവാർഡുകൾ സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.